വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തുവന്ന US പ്രസിഡന്റ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. ഹോർമുസ് എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണമെന്ന് ഇറാൻ തീരുമാനിക്കുമെന്നാണ് മറുപടി. ട്വീറ്റിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ പിടിച്ചെടുക്കാനാവുന്ന ഒന്നല്ല ഹോർമുസ് കടലിടുക്കെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി പരിഹസിച്ചു. ഹോർമുസ് വളരെ വേഗം US പ്രദേശമാകുമെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ അവകാശവാദം. നയതന്ത്ര സമാധാന ചർച്ചകൾ നിശ്ചലമെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. താൽക്കാലിക പാതയുടെ കാര്യം സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. برای شروع مجدد مذاکرات چیزی که در یادداشت تفاهم اسلام آباد آمده خاتمه جنگه، یعنی در یادداشت تفاهم اسلام آباد خاتمه جنگ اعلام شده. بله آمریکا این یادداشت تفاهم رو نقض کرده و ما دوباره درگیری ها شروع شده، ولی چیزی ما به عنوان آتش‌بس نداشتیم که حالا بخواد تمدید بشه. خاتمه جنگ رو داشتیم که الان وضعیت جدیدی پیدا کرده. هم قطر هم پاکستان پیام‌هایی رو رد و بدل می‌کنن، در تماس با ما هستن و ولی اصلا به معنای مذاکره نیست. ما هنوز تصمیمی برای شروع مجدد مذاکره با آمریکا گرفته نشده. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ അവകാശവാദം അത് എത്രത്തോളം ശരിയാണ് എന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇറാൻ വീണ്ടും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് അവർക്കൊപ്പമാണ് ഹോർമുസ് എന്നും അവർ വിചാരിച്ചാൽ തുറക്കാനും അടയ്ക്കാനും പറ്റുമെന്നും. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ സ്ഥിതി അവിടുത്തെ? രഞ്ജിത്ത്, ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു. വലിയ അവകാശവാദമാണ് ട്രംപ് ഉന്നയിച്ചത്. അതായത് നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാനെ കീഴടക്കുമെന്നും അവരെ തോൽപ്പിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ അധീന പ്രദേശമായി പ്രഖ്യാപിക്കും എന്നുമായിരുന്നു ലോങ് ഐലൻഡിൽ ട്രംപ് നടത്തിയ പ്രതികരണം. ഇത് വലിയ വിവാദമായിരുന്നു. ഇതിനോടാണ് ഇറാൻ അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ആ മറുപടിയിൽ ശക്തമായ വാക്കുകളിൽ തന്നെ മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ട്രംപിനെ പരിഹസിച്ചും രംഗത്ത് വരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ലോങ് ഐലൻഡിൽ ന്യൂയോർക്കിൽ ട്രംപ് വ്യക്തമാക്കിയത് ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ അധീന പ്രദേശമാക്കുമെന്നും നിലവിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നുമാണ്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളുന്നു ഇറാൻ. നിലവിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹോർമൂസ് എപ്പോൾ അടയ്ക്കണം, എപ്പോൾ തുറക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇറാൻ ആണ് എന്ന് വിദേശകാര്യ സഹമന്ത്രി കാസെം ഗാരിബാബാദി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പരിഹാസരൂപേണയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അതായത് ഒരു ട്വീറ്റിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ പിടിച്ചെടുക്കാൻ കഴിയുന്നതല്ല ഹോർമൂസ് കടലെടുക്കുക. യുദ്ധവിമാനം കൊണ്ടോ മറ്റേതെങ്കിലും പ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഒന്നും ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പരിഹാസ രൂപേണ ട്രംപിന് ഇറാൻ മറുപടി നൽകുന്നത്. ഒരു ഭീഷണിയെ ഭയപ്പെടുത്തില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. ഏത് ശക്തി പ്രകടനം കണ്ടും ഭയക്കില്ല. നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് നിലവിലുള്ള വാഹിനി കപ്പലുകൾ പോയി മറ്റൊന്ന് എത്തും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ സജീവമായി ഉണ്ട്. അതിനുള്ള നടപടികളും ആരംഭിച്ചു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ വായിച്ചെടുക്കാൻ. അതായത് ഒരു ഭീഷണിയെയും ഭയക്കുന്നില്ല, ഏത് തരത്തിലുള്ള ശക്തി പ്രകടനവും നേരിടാൻ തയ്യാറാണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന് ഇറാൻ പ്രസിഡന്റിൻ്റെയും അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെയും പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ നിർണായകമായി വായിച്ചെടുക്കേണ്ടത്. ഒന്ന്, ഇറാൻ പ്രസിഡന്റിൻ്റെതായി പുറത്തു വന്ന പ്രതികരണം. നിലവിൽ ഇറാൻ നേരിടുന്ന പണപ്പെരുപ്പത്തിന് പ്രധാന കാരണം അത് അമേരിക്കയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഒപ്പം ആക്ടിവിസ്റ്റുകളെയും അഭിസംബോധന ചെയ്യവെയാണ് പെസഷ്ക്യാൻ ഇക്കാര്യം പറഞ്ഞത്. ഒപ്പം പെസഷ്ക്യാൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ആശയവിനിമയവും സമാധാന ചർച്ചകളും പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നില്ല, എല്ലാം നിശ്ചലമായ സാഹചര്യമാണ് എന്ന് ഒരു വശത്ത് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നു. എന്നാൽ മറുവശത്ത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹം നടത്തിയ പ്രതികരണം, ഖത്തറും പാകിസ്ഥാനും ഞങ്ങളുമായി ചില ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്, ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ പക്ഷേ ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുകൂടി ഇറാൻ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിക്കുന്നു. എന്നാൽ മറ്റ് ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഒരു താൽക്കാലിക പാത പരിഗണനയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇറാനും ഒമാനും ഇപ്പോൾ ഉള്ളത്. ഇറാനിലെയും ഒമാനിലെയും സാങ്കേതിക വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഒമാനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വൈദഗ്ധ്യം. നിലവിൽ ഒരു താൽക്കാലിക പാതയായി തുറന്ന് പിന്നീട് പല ഘട്ടങ്ങളിലായി ഒരു സ്ഥിരം സംവിധാനമാക്കി ഒരു സ്ഥിരം പാതയായി അതിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് അബ്ബാസ് അരഗച്ചി പറഞ്ഞു വെക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ആ ഇത്തരത്തിൽ ഒരു താൽക്കാലിക പാത സംബന്ധിച്ച രൂപരേഖയും അക്കാര്യത്തിൽ അന്തിമ തീരുമാനവും ആയാൽ തന്നെയും
അമേരിക്ക ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ എന്നും പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ഭാഷയിലാണ് ട്രംപ് പ്രതികരണം നടത്തിയത്. ഹോർമൂസ് തങ്ങളുടെ അധീനതയിലാക്കും, അതായി പ്രഖ്യാപിക്കും എന്ന വളരെ ശക്തമായ പ്രതികരണം നടത്തി. അതിനോട് അതേ ഭാഷയിൽ തന്നെ 24 മണിക്കൂർ ആകുന്നതിന് മുൻപ് ഇറാൻ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ശരി കാർത്തിക്.